ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ പുതിയതായിട്ട് ഹെവി എടുത്ത പിള്ളേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ ട്രെയിലർ ലൈസൻസ് വേണം, നാട്ടിലത്തെ ലൈസൻസ് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ ലൈസൻസ് നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കണം. ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ട്രെയിലർ ലൈസൻസ് എടുക്കണം. ഹെവി എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിലർ ലൈസൻസ് എടുക്കണം. അതിന്റെ പ്രാക്ടീസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് തനിച്ചൊക്കെ പോകുമ്പോൾ പെട്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള മൈൻഡ് സെറ്റ് വേണം. അത്യാവശ്യം നല്ല പോലെ പണിയുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന പോലെ അത്യാവശ്യം നല്ല പണിയുണ്ട്, അതിൻ്റെതായ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പണിയെടുത്താലാണ് നമുക്ക് സാലറി കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ സാലറിയും തരില്ല. ഒരു നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സാലറി ഇല്ല. റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാലറി ഇല്ല. അപ്പോൾ വണ്ടിയിലുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് സാലറി. ട്രക്കിൽ നിങ്ങൾ എപ്പോഴാണോ ഉള്ളത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഉള്ളത്, ആ ദിവസത്തെ സാലറിയാണ് നിങ്ങൾക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലാണ്. അപ്പോൾ നിങ്ങൾ പണിയെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ആയിട്ട് വരിക, അത്യാവശ്യം പ്രിപ്പയർഡ് ആയിട്ട് വരിക. പിന്നെ സാലറി എത്ര കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായി ഒരു സുഹൃത്ത്. സാലറി നമുക്ക് പല കമ്പനി ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 1500 യൂറോ മുതൽ ഇവിടെ 3000-1200 യൂറോ ഒക്കെ വരെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. ഇവിടെ ഫസ്റ്റിലൊക്കെ വരുമ്പോൾ നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ബേസിക് ഒരു 1500 ഒക്കെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കൂടുതലായിട്ടുണ്ട്. 2000-2500 ഒക്കെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. 2500 യൂറോ ഒക്കെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അത്തരത്തിലാണ്. ടാക്സ് ഒക്കെ പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ സാലറി കിട്ടുന്നത്. പിന്നെ ഒരു മാസത്തെ എക്സ്പെൻസ് നിങ്ങൾക്ക് വരുന്നത് ഒരു 15000, നാട്ടിലത്തെ ഒരു 15000, 20000 രൂപയുടെ താഴേക്ക് വരുള്ളൂ. ഒരു 10-15,000 ഒക്കെ വരുള്ളൂ. നിങ്ങൾ അത്യാവശ്യം മാന്യമായിട്ട് നിങ്ങൾ ലാവശ്യമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് അത് വരുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ കമ്പനിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകണ്ടെങ്കിൽ നമ്മൾ റൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം റെന്റ് കൊടുക്കണം കേട്ടോ. അതുപോലെ അത്തരത്തിൽ നമ്മൾ ഇവിടെ പുറത്തൊക്കെ റൂമൊക്കെ റെന്റിൽ എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും. അല്ലാതെ നിങ്ങൾ ട്രക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റൂമിൻ്റെതായ എക്സ്പെൻസ് വരുന്നില്ല. നിങ്ങളുടെ ഫുഡ് അലവൻസ് കാര്യങ്ങൾ എക്സ്പെൻസ് ഒക്കെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൽ പമ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനോ കുളിക്കാനോ ഇതിനൊക്കെ നിങ്ങൾ കാശ് ചിലവാക്കിയാലും നിങ്ങൾക്ക് മാസം എങ്ങനെ പോയാലും ഒരു 10-20,000 രൂപയുടെ, നാട്ടിലത്തെ ഒരു 10-20,000 രൂപയുടെ താഴെയാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുള്ളൂ കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ, കഴിഞ്ഞ ദിവസം അല്ല 2-3 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് താഴെ വന്നൊരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ കൂടെ പുതുതായി വന്ന പയ്യൻ ഉറങ്ങിപ്പോയിട്ട് ആക്സിഡന്റ് ആയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അതിന് താഴെ വന്നിക്കണം കേട്ടോ കമന്റ്, ഒരു ബന്ധമില്ലാത്ത കമന്റ് ആട്ടോ അവനൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത്. കുറേ നെഗറ്റീവ് ബോർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂറോപ്പിൽ ഡ്രൈവേഴ്സ് വീഡിയോസ് ചെയ്യുന്നവരാണ്, നിങ്ങൾ വീഡിയോസ് ചെയ്യരുതെന്ന് പറയുന്നത്. വീഡിയോസ് ചെയ്യരുത് എന്നാണ് അവൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കല്യാണം മുടങ്ങിപ്പോയിരുന്നു. എൻ്റെ 5ാമത്തെ കല്യാണമാണ് മുടങ്ങുന്നത് മല്ലു ട്രക്കേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്, മലയാളികളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, ഡ്രൈവേഴ്സായ മലയാളീസിൻ്റെ വീഡിയോ കണ്ടിട്ട് 5ാമത്തെ കല്യാണം മുടങ്ങി പോകണം. അത് ആക്സിഡൻ്റായ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ടേക്കണം. ഒരു ബന്ധമില്ലാത്ത കമൻറ്റൊക്കെ ചെയ്യുന്ന ഇതുപോലത്തെ വാണ കേസുകളുണ്ട് കേട്ടോ. നമ്മൾ ഇവരൊക്കെ വിചാരം വെറുതെ ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ കുറേ ചൊറിച്ചിലുണ്ടാവും, അത് നമ്മൾ പോട്ടെ നോക്കാം. പക്ഷെ അവൻ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള എല്ലാവരുമാണ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പിൽ വീഡിയോസ് ചെയ്യുന്നവർ വീഡിയോസ് ചെയ്യട്ടെ, അവർക്ക് അതിൻ്റെതായ ഉപകാരം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലവർ ഒരു ടൈം പാസിന് ചെയ്യുന്നതായിരിക്കും, ചിലവർ അവരുടെ ഡെയിലി ലൈഫ് വ്ളോഗായിട്ട് ചെയ്യുന്നവരായിരിക്കും. ഇതൊക്കെ വീഡിയോസ് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന്. അല്ലാതെ നെഗറ്റീവ് ചെയ്യുന്നവർ ഇതുപോലെ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ, നെഗറ്റീവ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരക്കാർക്ക് ഇപ്പോൾ ഇവൻ്റെ അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂറോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പണിയൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ ചൊറി കുത്തിയിരിക്കുകയായിരിക്കും. എന്നിട്ട് ഇവനൊക്കെ മരിക്ക് പണിയെടുക്കേണ്ട എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അവൻ പിന്നെ പറയുന്നത് നീല സിലിണ്ടർ എന്നാണ് പറഞ്ഞ് വിളിക്കുന്നത്. നാട്ടിൽ നീല സിലിണ്ടർ, ഇവിടെ കുക്കിംഗ് ഗ്യാസ് ഇതൊക്കെ കാണിക്കുന്നതിനാണ്. ഇവിടുത്തെ ഒരു റിയൽ ലൈഫ് കാണിച്ചിട്ട് നാട്ടിലെ ആൾക്കാരെ വലിയ വീമ്പ് പറഞ്ഞ് നടക്കണ്ടാവും. യൂറോപ്പിൽ അങ്ങനെയാണ്, ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് നടക്കണ്ടാവും. ഇവിടുത്തെ റിയൽ ലൈഫ് നമ്മൾ ഡ്രൈവേഴ്സ്, മറ്റുള്ളവർ പലരും നല്ല പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് നാട്ടിലെ ലോറി പണി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ലൈഫ്, അത്യാവശ്യം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലൊരു കുറച്ചിലൊന്നും വിചാരിക്കണ്ട. ഇവിടെ പണിയെടുത്ത് അതിനുള്ള സാലറി ഉണ്ട്, കുറച്ചിലൊന്നും വിചാരിക്കണ്ട. ഇവനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിൽ എൻ്റെ 5ാമത്തെ കല്യാണമായി മുടങ്ങണേ, നിങ്ങൾ ഇവിടെ നീല സിലിണ്ടർ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലൊക്കെ കേട്ടോ അവൻ്റെ സംസാരം. അത്യാവശ്യം മാന്യമായി പണിയെടുക്കുന്നവർക്ക് പേരുദോഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് പറയാണ്. അവനേക്കാളൊക്കെ എത്ര നന്നായിട്ട് പണിയെടുക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ വേറെയാണ് സംഭവം. നാട്ടിൽ വലിയ വമ്പ് പറഞ്ഞിട്ട് യൂറോപ്പിലാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊമ്പത്തിന്നൊക്കെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവനൊക്കെ ആയിരിക്കും. എന്ത് തേങ്ങയാവോ നമ്മളൊക്കെ ഇവനൊക്കെ മറുപടി പറയാമെന്ന് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ. എന്നിട്ട് പിന്നെ അവൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവർക്ക് 8ന്റെ പണി വരുന്നുണ്ടെന്ന്. 8ന്റെ അല്ല 10ന്റെ പണി വന്നാലും നമുക്കത് പുത്തിരിയല്ല. നീയൊക്കെ എന്നെ പണിതാലും നമുക്കത് പുത്തിരിയല്ല. ഇവൻ്റെയൊക്കെ വിചാരേ നമ്മളൊക്കെ ഇവിടെ വെറുതെ അഭ്യാസം കാണിച്ച് വന്നിരിക്കുകയെന്നാണ്. ഇപ്പം ഇതുപോലെ കമൻറ്റിലൊക്കെ വന്ന് തെറി പറയാ, അവരവരെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഈ തെറിയൊക്കെ. നമ്മൾ ഈ പള്ളിയിലച്ചം പട്ടം പഠിക്കാൻ പോയിട്ട് വന്നോന്നല്ല, അത്യാവശ്യം ഈ ഫീൽഡിലൊക്കെ അഭ്യാസം കളിച്ചിട്ട് നിന്നെക്കാളും തന്തയില്ലായ്മ കാണിച്ച് നടക്കുന്നവരെ കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തെറി പറഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ചു പറയാനും അറിയാം. കമൻറ്റ് വന്ന് തെറി പറയുന്നവരെ ഇതുപോലെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് അതുപോലെ തന്നെ മറുപടി തരും ചെയ്യും കേട്ടോ. നിങ്ങൾ പറയുന്നതനുസരിച്ച് മറുപടി തരും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ പിന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇതാക്കുന്നവരല്ല കേട്ടോ. റിയൽ അക്കൗണ്ടിൽ നിന്ന് വന്ന് പറയുന്നവരെ നമ്മൾ അത്തരത്തിൽ തന്നെ പെരുമാറും, അത്രയേ ഉള്ളൂ. പിന്നെ
നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇതുപോലെ കുറേ നെഗറ്റീവ് ഓഡിയോകളുണ്ട്, കമൻറ്റുകളായിട്ട് വരുന്ന നെഗറ്റീവ് ഓഡിയോകൾ ഒരുപാടുണ്ട്. പിന്നെ ഒത്തിരി പേരുണ്ട് കാര്യം അറിയാതെ സംസാരിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില വീഡിയോസിലൊക്കെ നമ്മൾ കാര്യം പറയും, നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളായിട്ട് കൊണ്ടുനടന്നിട്ട് അതിനെ പറ്റിയിട്ട് അറിയുന്ന കാരണം കൊണ്ട് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ഇത് കേൾക്കുന്നവർ വെറുതെ വന്നിട്ട് ഒരു കാര്യം അറിയാതെ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരക്കാരോട് പിന്നെ നമുക്ക് അവർ കാര്യം അറിയാതെ സംസാരിക്കുന്നതെന്ന് വയ്ക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. അങ്ങനെ എന്തായാലും അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്, കാണാം നമുക്ക്.